ജീവനക്കാർ കാത്തിരുന്ന മെഡിസെപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഫെബ്രുവരി 1 മുതൽ നടപ്പിലാക്കി തുടങ്ങും. പുതിയ ചില ചികിത്സാ പാക്കേജുകളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീഇംബേഴ്സ്മെന്റ് ആനുകൂല്യത്തിന് 10 അധിക ചികിത്സകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതും രണ്ടാം ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്രിതർക്കുമായി ഏർപ്പെടുത്തിയിട്ടുള്ള മെഡിസെപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയുടെ രണ്ടാം ഘട്ടം ഫെബ്രുവരി 1 മുതൽ നടപ്പിലാക്കി തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിരുന്നു. പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്നതായിരുന്നു പുതുക്കിയ പദ്ധതി. സർക്കാർ ജീവനക്കാർ, സർവീസ് കുടുംബ പെൻഷൻകാർ, യൂണിവേഴ്സിറ്റികളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ജീവനക്കാരും പെൻഷൻകാരും അവരുടെ ആശ്രിതരും ഉൾപ്പെടെ നിലവിലുള്ളവരുടെ എല്ലാം പുതുക്കിയ പദ്ധതിയുടെയും ഗുണഭോക്താക്കളായിരിക്കും. മെഡിസെപ്പ് രണ്ടാം ഘട്ടത്തിൽ അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷം രൂപയിൽ നിന്ന് 5 ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുമുണ്ട്. 10 അതീവ ഗുരുതര അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കുള്ള അധിക പരിരക്ഷയാണ് ഇതിൽ തുടരുക. ഇതിനായി 2 വർഷത്തേക്ക് 40 കോടി രൂപ ഇൻഷുറൻസ് കമ്പനി മാറ്റിവെക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. റോഡ് അപകടം, ഹൃദയാഘാതം, പക്ഷാഘാതം എന്നിവയുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങളിൽ ഇംപാനൽ ചെയ്തിട്ടില്ലാത്ത ആശുപത്രികളിലും ചികിത്സ തേടാം. ഇതിന്റെ ചിലവ് കമ്പനി മടക്കി നൽകും. ഇത്തരത്തിൽ റീഇംബേഴ്സ്മെന്റ് ആനുകൂല്യത്തിന് 10 അധിക ചികിത്സകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിന് പ്രായപരിധി ബാധകമാകില്ലെന്നും ഏത് പ്രായത്തിലുള്ളവർക്കും പദ്ധതിയിൽ അംഗത്വം നൽകുമെന്നും മന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. 365 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്റർ സംവിധാനവും ഇതിനായി ഉണ്ടാകും. മെഡിക്കൽ പാക്കേജുകൾക്ക് അടിസ്ഥാന നിരക്കിന് പുറമെ വില കൂടിയ മരുന്നുകളും പരിശോധനകളുമൊക്കെ പ്രത്യേക തുക നിശ്ചയിക്കുകയും അതിന് അടിസ്ഥാന നിരക്കിനോടൊപ്പം തന്നെ ലഭ്യമാക്കുകയും ചെയ്യുമെന്നും മന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.